അപ്പൊ അൽക്ക, വെൽക്കം ടു ടി, നൈസ് ടു മീറ്റ് യു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അൽഗോരിതം ഫോർ ഫൈൻഡിങ് പ്രീ ഇമേജ് ആയിരുന്നു. ഇനി ഇതെന്താണ് അൽഗോരിതം ഫോർ എന്താണ് സെക്കൻഡ് പ്രീ ഇമേജ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതിന്റെ അൽഗോരിതം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഫൈൻഡ് ദി സെക്കൻഡ് പ്രീ ഇമേജ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇനീഷ്യലൈസ് ആയിട്ട് തന്നിട്ടുള്ള സാധനങ്ങൾ ഒരു ഹാഷ് ഫംഗ്ഷൻ നമുക്ക് തരണം. പിന്നെ എന്തുണ്ടായിരിക്കണം? ഒരു പ്രീ ഇമേജ് തരണം. എന്നിട്ട് ആണ് നമ്മൾ സെക്കൻഡ് പ്രീ ഇമേജ് കാണാം. പിന്നെ എന്തും കൂടി തരണം, ഗിവൺ ആയിരിക്കണം. ക്യൂ നമ്പർ ഓഫ് ക്വയറീസ് അല്ലെ, അതും നമുക്ക് ഗിവൺ ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് പ്രീ ഇമേജ് കാണാം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം അസൈൻ ചെയ്യാണ് y ഈക്വൽ ടു h ഓഫ് എക്സ് എന്ന് അസൈൻ ചെയ്യും. എന്താണ് y ഈക്വൽ ടു h ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസൈൻ ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ചൂസ് എക്സ് നോട്ട് ഇസ് എ സബ്സെറ്റ് ഓഫ് എക്സ് മൈ, നോക്കണേ, പ്രത്യേകം ശ്രദ്ധിക്കണേ, ക്യാപിറ്റൽ എക്സ് മൈനസ് സെറ്റ് എക്സ്, എക്സ് അല്ലാത്ത അല്ലെ, എക്സ് ഒഴിച്ചു നിർത്തിയിട്ടുള്ള ബാക്കി എല്ലാ എക്സുകളുടെയും അല്ലെങ്കിൽ എല്ലാ കളക്ഷനിൽ നിന്നുള്ള സബ്സെറ്റ് വിത്ത് ദി നമ്പർ അല്ലെ, കാർഡിനാലിറ്റി ഓഫ് ദി എക്സ് നോട്ട് ഈക്വൽ ടു എന്തായിരിക്കണം? q-1 ആയിരിക്കണം കാർഡിനാലിറ്റി ഓഫ് എക്സ് നോട്ട്. ഓക്കെ, ടോട്ടൽ എത്ര നമ്പർ ഉണ്ടാവും? കാരണം എക്സ് കൂടിയും ഇതിൽ ഉൾപ്പെടും. എക്സ് കൂടി ഉൾപ്പെടുമ്പോൾ എന്ത് ചെയ്യും? q എലമെന്റ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അതായത് സെക്കൻഡ് പ്രീ ഇമേജ് എങ്ങനെയാ കാണേണ്ടതെന്നാണ്. ഈ എക്സ് നോട്ടിനെയാണ് നമ്മൾ സെക്കൻഡ് പ്രീ ഇമേജ് എന്ന് പറയുന്നത്. അതായത് എക്സ് കോമ എക്സ് ഡാഷ് അല്ലെ, സെക്കൻഡ് പ്രീ ഇമേജ് എക്സ് ഡാഷ് ആണ് വരിക. എക്സ് ഇവിടെ ഗിവൺ ആണ്. അപ്പൊ നമ്മൾ ഫോർ ഈച്ച് അൽഗോരിതം പറയുന്നത് ഫോർ ഈച്ച് എക്സ് നോട്ട് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് നോട്ട്. ഇനി ഡു ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ എച്ച് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ, വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് ഓഫ് എക്സ്. ഓക്കെ, എച്ച് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും, എക്സ് നോട്ടിനെ റിട്ടേൺ ചെയ്യും. അതല്ല ഇനി എച്ച് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫെയിലിയർ ആണ് എന്ന് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഓക്കെ ഓർ നോട്ട്? അപ്പൊ ഇതിൽ റിട്ടേൺ ചെയ്യും. അതായത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സെക്കൻഡ് പ്രീ ഇമേജ് നമുക്ക് ഹാഷ് ഫംഗ്ഷൻ തന്നിരിക്കും, അതുപോലെ തന്നെ എന്തും തന്നിരിക്കും, ഒരു പ്രീ ഇമേജും തന്നിരിക്കും, അതുപോലെ ക്വയറീസും തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തിൽ അസൈൻ ചെയ്യുക y ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് എന്ന് എടുക്കും. ഓക്കെ, ഹാഷ് ഫംഗ്ഷൻ ആണ് y ഈക്വൽ ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചൂസ് എക്സ് നോട്ട് റാൻഡംലി ചൂസ് ചെയ്യും. എക്സ് നോട്ടിന്റെ പ്രത്യേകത എക്സ് ഉൾപ്പെടരുത്, സ്മോൾ ലെറ്റർ എക്സ് ഉൾപ്പെടാൻ പാടില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? എക്സ് നോട്ടിനെ ഉൾപ്പെടുത്തുക. അതായത് എക്സ് നോട്ട് ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് സെറ്റ് എക്സ്. ദാറ്റ് ഈസ് ഇവിടെ കാർഡിനാലിറ്റി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും? q-1 ആയിരിക്കും. എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് നോട്ട് അതിൽ സോറി എക്സ് അതിൽ ഉൾപ്പെടരുത്. അല്ലാത്ത ഒരാളാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. എക്സിനെ തന്നെ കണ്ടെത്തിയിട്ട് കാര്യമുണ്ടോ? കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് ഡാഷ്, അനദർ എലമെന്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്ത്? സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ ഈക്വൽ ടു y ആയിട്ടുള്ള കണ്ടീഷൻ. ഓക്കെ, അപ്പം ഫോർ ഈച്ച് എക്സ് നോട്ട് ബിലോങ്സ് ടു എക്സ് നോട്ട് ഡു ലൂപ്പ് ചെയ്യണം. if h of x naught equal to y, then return return x naught റിട്ടേൺ ചെയ്യും. അതല്ല എക്സ് നോട്ട് ഈക്വൽ അല്ല എങ്കിൽ, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫെയിലിയർ റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇനി ഉള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട തിയറാണ്. തിയറം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എനി എക്സ് നോട്ട് ബിലോങ്സ് ടു ദിസ് അല്ലെ, എക്സ് നോട്ട് ഈസ് എ സബ്സെറ്റ് ഓഫ് അല്ലെ എക്സ് മൈനസ് സെറ്റ് എക്സ് വിത്ത് എക്സ് നോട്ട് മോഡുലസ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എന്താണ്? q-1. then success of probability of the algorithm for ഇവിടെ 4.2 എന്നാ കൊടുത്ത. അൽഗോരിതം 4 എന്ന് പറഞ്ഞിട്ട് എന്താ കൊടുക്കേണ്ടത്? അൽഗോരിതം ഫോർ ഫൈൻഡ് സെക്കൻഡ് പ്രീ ഇമേജ് അല്ലെങ്കിൽ അൽഗോരിതം ഫോർ സെക്കൻഡ് പ്രീ ഇമേജ് ഈസ് ഓക്കെ സക്സസ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് തിയറം പറയുന്നത്? എപ്സിലോൺ ഈക്വൽ ടു 1 മൈനസ് 1 ബൈ എം ഹോൾ റേസ് ടു q മൈനസ് 1. 1 മൈനസ് 1 ബൈ എം ഹോൾ റേസ് ടു q മൈനസ് 1. 1 മൈനസ് 1 ബൈ എം ഹോൾ റേസ് ടു q മൈനസ് 1. ഇതെങ്ങനെ കിട്ടും നമുക്ക്? നമ്മൾ തൊട്ട് മോളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്താണ്? ലെറ്റ്
പ്രൂഫാണ് കേട്ടോ ഞാൻ എഴുതുന്നത്. പ്രൂഫ് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൂഫ് ഇന്നലെ ചെയ്തതുപോലെ തന്നെയാണ് പ്രൂഫ്. കാരണം എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് നോട്ടിൽ ക്യൂ -1 എലമെന്റ് ആണുള്ളത് അല്ലേ? ആണോ? അല്ലെ കുഞ്ഞാക്കോസ്? ലെറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എക്സ് നോട്ട് അല്ലെ? എക്സ് നോട്ട് സം x1 അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണ്ട, x1, x2, എക്സെട്ര xq -1 എലമെന്റ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. ആണോ? അല്ലെ? -1 എലമെന്റ്സേ ഉണ്ടാവുള്ളൂ അല്ലെ? അങ്ങനെയാണ് എങ്കിൽ ലെറ്റ് y ഈക്വൽ ടു h of x ആണ് y എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഓക്കെ, ഈവന്റ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? അടുത്തൊരു കാര്യം ചെയ്യാൻ പോവാണ്. ആൻഡ് ലെറ്റ് ei ഡിനോട്ട് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിനോട്ട്, ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഡിനോട്ട് എന്താണ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ സോറി h of xi ഈക്വൽ ടു ഇത് ഈവന്റ് എന്ന് എഴുതണം. ഈവന്റ് h of xi ഈക്വൽ ടു എന്തായിരിക്കണം? y ആയിരിക്കണം. മനസ്സിലാവുണ്ടോ അല്ലേ? ഇത് മനസ്സിലായിട്ടുണ്ടോ ഈ സ്റ്റെപ്പ്? മറ്റൊന്നും ഇവിടെ അല്ലേ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം h of xi ഈക്വൽ ടു y ആണ് അല്ലെ? y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ h of x, അത് ഞാനൊന്ന് ഇനീഷ്യലൈസ് ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെയാണ് എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എന്താണ് ei ഈക്വൽ ടു എന്താണ് വരിക? ei എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 1/m ആണ് വരിക അല്ലേ? 1/m അല്ലേ വരിക? അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ei ഡാഷ് ഈക്വൽ ടു എന്താണ് വരിക? 1 - 1/m. റേഞ്ച് കുറവുണ്ടോ ആർക്കെങ്കിലും? നിങ്ങൾ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എന്താണ് ആരോ പറയുന്നത് ഇങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല? എന്താണ്? എന്തെങ്കിലും പറഞ്ഞ ആരെങ്കിലും? ശില്പ ഇതില്, ഓ ഐ എം സോറി, ഇതില് ശില്പ എപ്പോഴോ വന്ന് നിൽക്കുന്നുണ്ട്. ശില്പ ഓക്കെ, ശില്പ വന്നു. പിന്നെ ആരെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഒറ്റൊന്നും മിണ്ടുന്നുമില്ലേ? ഇല്ല സർ, പറഞ്ഞില്ല. ഓക്കെ എന്നാല് ഇയാള് ശില്പ അവിടെ വന്നതിന്റെ ഇത് നൊട്ടേഷൻ കാണിച്ചതാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഇ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരിക? ei ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 - 1/m വരും അല്ലേ? ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എങ്കിൽ സക്സസ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എന്തായിരിക്കും? ei മീറ്റ് e1 മീറ്റ് e2 മീറ്റ് എക്സെട്ര, സോറി മീറ്റ് അല്ല, ജോയിൻ, ഐ എം വെരി സോറി, ജോയിൻ അല്ലേ വരിക അല്ലേ കുഞ്ഞാപ്പോസ്? ആണോ? q -1 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക ഇവിടെ? പ്രോബബിലിറ്റി ഓഫ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇതേ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഹോൾ റൈസ് ടു ഇത് എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - അല്ലേ പ്രോബബിലിറ്റി ഓഫ് ei പ്രൈം അല്ലെങ്കിൽ e1 പ്രൈം ഇൻറ്റു ei ആക്കണ്ട, ei ആണ്ട, e1 പ്രൈം ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എന്താണ്? e2 പ്രൈം ഇൻറ്റു
etc. Probability of E q minus 1 prime. That is equal to നമുക്കറിയാം 1 by 1 minus m ആണ്. That is 1 minus എന്താണ് 1 minus 1 by m അല്ലേ ഇൻറ്റു എത്ര ടൈംസ് ആണ് വരുന്നത് q minus 1 ടൈംസ് അല്ലേ? അതെ സർ. ഓക്കെ, സോ നമുക്ക് ഈ പ്രൂഫ് എന്ത് ചെയ്തു കിട്ടിക്കഴിഞ്ഞു. അതായത് എന്താ സക്സസീവ് പ്രോബബിലിറ്റി ഓഫ് ദി അൽഗോരിതം ഫോർ ഫൈൻഡിങ് pre-image, second pre-image is 1 minus 1 by m q raised to minus 1. Okay. Okay. ഓക്കെ സർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പ്രൂഫ്, ഇതിന്റെ പ്രൂഫ്. പിന്നെ അടുത്തത് ഫൈൻഡ് കൊളീഷൻ. എങ്ങനെയാണ് അൽഗോരിതം ഫോർ കൊളീഷൻ? ഓക്കെ, എങ്ങനെയാണ് കൊളീഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എന്നുള്ളതിന്റെ അൽഗോരിതമാണ്. ആ കൊളീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് മാത്രമേ തരുള്ളൂ, എച്ച് മാത്രമേ തരുള്ളൂ അല്ലെ. ഹാഷ് ഫംഗ്ഷൻ മാത്രമേ നമുക്ക് എന്ത് അവൈലബിൾ ആയിട്ടുള്ളൂ അല്ലെ. പിന്നെ നമ്പർ ഓഫ് ക്വയറീസ് പിന്നെ കോമൺ ആണ്. അപ്പം ഹാഷ് ഫംഗ്ഷൻ മാത്രമേ നമുക്ക് തന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് എന്ത് കണ്ടെത്താന്നുള്ളത്, അൽഗോരിതം അല്ലെങ്കിൽ കൊളീഷൻ എങ്ങനെ കണ്ടെത്താന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രീഇമേജുകൾ എങ്ങനെ കണ്ടെത്താന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റാൻഡംലി ഒരു സബ്സെറ്റ് ചൂസ് ചെയ്യണം അല്ലെ എക്സിൽ നിന്നും. അതിനെ സേ ദാറ്റ് എക്സ് നോട്ട് എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് അതിന്റെ പ്രത്യേകത എന്താണ്, കാർഡിനാലിറ്റി ഈക്വൽ ടു ക്യൂ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു എക്സ് നോട്ട്, ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് നോട്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഡു ചെയ്യാൻ പോവാണ്. എന്താണ് ഡു ചെയ്യുന്നത്? ഡു y ഓഫ് എക്സ് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ഉണ്ടാകും. അതായത് ശ്രദ്ധിക്കേണ്ട y ഓഫ് എക്സ്, y സഫിക്സ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്, സോറി y ഓഫ് എക്സ് എന്നല്ല, y സഫിക്സ് എക്സ് അല്ലെ, y സഫിക്സ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എച്ച് ഓഫ് എക്സ് എന്നുള്ളൂ. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇഫ് y സഫിക്സ് എക്സ് ഈക്വൽ ടു y എക്സ് ഡാഷ് ഫോർ സം എക്സ് ഡാഷ് നോട്ട് ഈക്വൽ ടു എക്സ് ആണ് എങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ എക്സ് കോമ എക്സ് ഡാഷ് റിട്ടേൺ ചെയ്യും. അതല്ല എൽസ്, അതല്ല എങ്കിൽ അതായത് വിച്ച് ഈസ് നോട്ട്, അതായത് y സഫിക്സ് എക്സ് നോട്ട് ഈക്വൽ ടു y സഫിക്സ് എക്സ് ഡാഷ്, അങ്ങനെയാണ് എങ്കിൽ റിട്ടേൺ ഫെയിലിയർ ആണ് റിട്ടേൺ ചെയ്യും. ഓക്കെ, രണ്ട് കൺസെപ്റ്റ്സ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മനസ്സിലായിക്കണോ അല്ലേ? എന്താണ് കുഞ്ഞാപ്പുകളെ? ഇല്ലേ, ഇക്കളൊന്നും പെടല്ലേ, പോയോ? മനസ്സിലായിണ്ട്. നോക്കല്ല, അല്ല ആരും ഒന്നും മിണ്ടുന്നില്ലേ, അതുകൊണ്ട് ഈ ഷാനക്ക് എന്തോ കൊടുക്കേണ്ടി വരും എന്നാ തോന്നുന്നു. അനക്ക് ഇനി ഞാൻ എന്തെങ്കിലും കൊണ്ടുപോകാൻ രണ്ടെണ്ണം അധികം തരുന്നുണ്ട് കേട്ടാ, പഠിച്ചോണ്ടായിക്കോ. നാളെ തീരെ കുട്ടായി ഉണ്ടോ, അപ്പൊ എന്നാ രണ്ടെണ്ണം അധികം കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് തിയറാണ്. അടുത്ത തിയർ, ഏതൊരു എക്സ് നോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് റാൻഡംലി ചൂസ് ചെയ്യുന്ന ഒരു സബ്സെറ്റ്, എക്സിന്റെ ഒരു സബ്സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വിത്ത് കാർഡിനാലിറ്റി ഓഫ് ദി എക്സ് നോട്ട് ഈക്വൽ ടു ക്യൂ, അങ്ങനെയാണെങ്കിൽ സക്സസ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എന്തിന്റെ സക്സസ് പ്രോബബിലിറ്റി ആണ്? അൽഗോരിതം ഫൈൻഡ് കൊളീഷൻ അല്ലെ, ഫൈൻഡ് കൊളീഷൻ, കൊളീഷത്തിന്റെ അൽഗോരിതത്തിന്റെ അല്ലെ, കൊളീഷൻ അൽഗോരിതത്തിന്റെ എന്ത് സക്സസ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 മൈനസ് m മൈനസ് 1 ബൈ m ഇൻറ്റു m മൈനസ് 2 ബൈ m ഇൻറ്റു m മൈനസ് q പ്ലസ് 1. ഇതിനെ വേറൊരു രീതിയിൽ എഴുതാം, 1 മൈനസ് എന്നിട്ട് 1 മൈനസ് 1 ബൈ m ഇൻറ്റു 1 മൈനസ് 2 ബൈ m അല്ലെ, ഈ സാധനം തന്നെയാണ് എക്സെട്ര 1 മൈനസ് q മൈനസ് 1 ബൈ m, ഇങ്ങനെ എഴുതാം ഇതിന്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കാം, ഇത് രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അതായത് 1 മൈനസ് 1 ബൈ m, 1 മൈനസ് 2 ബൈ m ഇൻറ്റു എക്സെട്ര 1 മൈനസ് q മൈനസ് ബൈ m, q മൈനസ് 1 ബൈ m
എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതേ കുഞ്ഞാപ്പ് എന്നാണ് മോളിലുള്ളത്. ഓക്കെ, അപ്പൊ ഒരു കൊളീഷൻ, ഫൈൻഡ് കൊളീഷൻ അൽഗോരിതം ഫോർ ഫൈൻഡിങ് കൊളീഷന്റെ അൽഗോരിതം, കൊളീഷൻ അൽഗോരിതത്തിന്റെ സക്സസീവ് അപ്രോച്ച് അല്ലെങ്കിൽ സക്സസ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 - ഇതാണ് എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, എങ്ങനെ പ്രൂവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, x നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കാർഡിനാലിറ്റി ക്യൂ ആണ്. അപ്പൊ x1 x2 എക്സെട്ര ക്യൂ ആണ് എന്ന്. ഇനി നമ്മൾ ഇവന്റ് ഡിനോട്ട് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവന്റിനെ ഡിനോട്ട് ചെയ്യുന്ന EI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ h(xi) പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിൽ നമ്മൾ ചെയ്യുന്നത് നോക്കുക, ഒരിക്കലും x' നോട്ട് ഈക്വൽ ടു x ആണ് പറഞ്ഞത്. അപ്പൊ h(x' എന്ന് പറയുന്ന x' നോട്ട് ഈക്വൽ ടു x എന്ന് പറയുമ്പോൾ ഒരിക്കലും x1 x2 x എന്ത് ചെയ്യൂല, ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എടുക്കുന്ന ഈവന്റിന്റെ പ്രത്യേകത നോക്കുക, ശ്രദ്ധിക്കണം. EI denote the event h(xi) that does not belongs to h(x1, etc. h(x-1). ഓക്കെ, അതൊരിക്കലും എന്ത് ചെയ്യൂല, ഏതിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് എടുക്കുന്നത്, ഈ സെറ്റിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, h(xi) ഒരിക്കലും h(x1, x2, etc. ഇതിൽ ഒക്കർ ചെയ്യുന്നില്ല. അതായത് h(xi) നോട്ട് ഈക്വൽ ടു എന്താണ്, h(xi-1) അല്ലെങ്കിൽ h(x1), h(x2). അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഈവന്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, E1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ h(x1) ആണ്. h(x1) ഒരിക്കലും ഇതിലുണ്ടാവില്ല, ഡസ് നോട്ട് ബിലോങ്സ് എന്താണ്, EI ഈക്വൽ ടു എംപ്റ്റി സെറ്റ് അല്ലെ, എംപ്റ്റി സെറ്റിൽ ഒരിക്കലും ഉണ്ടാവില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ എംപ്റ്റി സെറ്റിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, എം എലമെന്റ്സ് ഉണ്ട് എവിടെ, വൈയിൽ. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് E1 അതായത് h(x) ഏതൊക്കെ x1 വാല്യൂസ് ഏതൊക്കെ വരാം, എം എലമെന്റ്സ് വരും. അതായത് വൈയിലുള്ള എല്ലാ എലമെന്റ്സും വരും. അതായത് m/m വാല്യൂസ് വരും. ഓക്കെ, m/m വാല്യൂസ് വരും. അല്ലെങ്കിൽ m/m-i+1 എന്നുള്ള കൺസെപ്റ്റ്സ് ആണ് സത്യത്തിൽ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി കൺസെപ്റ്റ്സ് ആണ്. m/m വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതാണ് പ്രോബബിലിറ്റി ഓഫ് E1 ഈക്വൽ ടു 1. ഓക്കെ, ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് ഇവിടെ വരെ. കാരണം എന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ h(xi) ഇവിടെ നോക്കണം, xi നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി x' നോട്ട് ഈക്വൽ ടു x ആണ്. അപ്പൊ നമ്മളുടെ ഈ കൺസെപ്റ്റ് പ്രകാരം വിത്ത് h(x) ഈക്വൽ ടു h(x'). ഓക്കെ, അപ്പൊ ഇത് കണ്ടീഷണൽ പ്രോബബിലിറ്റി മോഡലാണ് കൺസെപ്റ്റ്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരണം, അങ്ങനെ വരുമ്പോ h(x1) ഉണ്ടാവില്ല, സെറ്റ് h(x1) ഉണ്ടാവില്ല എന്നുള്ളതാണ് E2ന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒരു ഈ h(x1) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം y(x1) എന്ത് ചെയ്യൂല, ചെക്ക് ചെയ്യൂല. ദാറ്റ് മീൻസ് 1 കുറഞ്ഞു കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിയ m-1/m അല്ലെ, അതായിരിക്കും ഉണ്ടാവുക. m-1/m ആയിരിക്കും അവിടുത്തെ പോസിബിലിറ്റി ഉണ്ടാവുക. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് ഇതേ രീതിയിൽ ചെക്കിങ് പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ കോമൺ ആയിട്ട് നമ്മൾ ജനറൽ കേസിൽ പ്രോബബിലിറ്റി പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ m-i+1/m എന്നുള്ള മോഡലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടീഷണൽ പ്രോബബിലിറ്റിനെ എഴുതാൻ പറ്റും. ഓക്കെ, കണ്ടീഷണൽ പ്രോബബിലിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ജസ്റ്റ് മിനിറ്റ്, എൻ്റെ പേനൊക്കെ എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട്. ഒരാൾ വന്നിട്ടുണ്ട്, നസീഹ വന്നിട്ടുണ്ട്. വേറെ ആരെങ്കിലും അതാണ് ഇവിടെ പെട്ടെന്ന് ഇത് നിന്ന് പോയത്. ജസ്റ്റ് മിനിറ്റ്, ആ ക്രിപ്റ്റോഗ്രഫി എന്തോന്നും സംഭവിച്ചിട്ടുണ്ട്. ജസ്റ്റ് മിനിറ്റ്. ക്രിപ്റ്റോഗ്രഫിയിൽ നമ്മൾ ലാസ്റ്റ് എത്തിയത്
ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പിൽ, ഞാൻ വാട്സപ്പിൽ നോക്കി നിൽക്കാം, വാട്സപ്പിൽ പറയാൻ പറയൂ. കയറാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ വാട്സപ്പ് തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതെന്തോ ഒരു കുഴപ്പം പറ്റിയല്ലോ, എഴുതാൻ കഴിയുന്നില്ല. എന്ത് പറ്റി? ഓക്കെ. അപ്പം ഇങ്ങനെ പ്രോബബിലിറ്റി എം മൈനസ് ഐ പ്ലസ് 1 അല്ലെങ്കിൽ എം മൈനസ് ഇത്രയും എലമെന്റുകളാണ് നമ്മൾ എടുക്കാതെക്കുക. അപ്പൊ എന്ത് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം മൈനസ് ഐ. സർ മുഫീദക്ക് കേറാൻ കഴിയില്ല പറഞ്ഞു. മുഫീദ് ഒന്നുകൂടി വരാൻ പറയൂ. വന്നാ കയറാൻ കഴിയുമെന്ന് പറയൂ, വേഗം വരാൻ പറയൂ. ഞാനിതാക്കുമ്പോ ചിലപ്പം ഞാൻ നദ വന്നു, അടുത്ത മുഫീദിനോട് വരാൻ പറയൂ. കാരണം ഞാൻ ഇത് എല്ലാം ഒന്ന് തന്നെ ഉപയോഗിക്കുന്നതും കൊണ്ടാണ്. ഞാൻ എന്നാലേ ഫോണിലും കൂടി എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. പക്ഷെ ഫോണിൽ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കേൾക്കില്ല, ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ കേറാതിരുന്നത്. കാരണം എക്കോ വരുന്നില്ലേ അല്ലേ? ഇപ്പഴാ എക്കോ ഉണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാലും ഞാനിപ്പം എൻ്റെ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും കേറുന്നുണ്ട് എങ്കിൽ ഞാൻ ഇതിൽ കാണാം. ഓക്കെ മുഫീദ്, ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മള് ഇവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ നമ്മളുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി പ്രകാരം ഏതൊരു ഐ പി ഓഫ് 2 എം മൈനസ് 1/m ആണ് വരിക. അതുപോലെ തന്നെ പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് E3 എടുക്കുമ്പോൾ നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരിക h ഓഫ് x3 ഒരിക്കലും h ഓഫ് x1 x2 പെടൂല. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് E3 എന്ന് പറയുമ്പോൾ m മൈനസ് 2/m ആണ് വരിക. കറസ്പോണ്ടിങ് ദിസ് വേ, ഈ രീതിയിലാണ് പോവുക. അപ്പം ഇനി നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇനി EQ വരെ E1 E2 E3 പ്രോബബിലിറ്റി കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ജോയിൻ. നമുക്ക് കാണേണ്ടത് സത്യത്തിൽ ജോയിൻ ആണ് കാണേണ്ടത്. അതിന് നമുക്ക് മീറ്റിന്റെ പ്രോബബിലിറ്റി നമുക്ക് കിട്ടും. എന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് കണ്ടീഷൻ ആയതുകൊണ്ട് ഇൻറ്റു ഇട്ടിട്ട് ചെയ്യാൻ കഴിയും മീറ്റിൻ്റെത്. കാരണം നേരത്തെ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണ് പ്ലസ് ഇട്ടിട്ട് ഇൻറ്റു വെച്ചിട്ട് ചെയ്തത്. നമ്മൾ നെഗേഷൻ എടുത്തിട്ടാണ് ഫുൾ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് E1 മീറ്റ് E2 മീറ്റ് എക്സെട്ര EQ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്. അപ്പൊ 1 ഇൻറ്റു 1 ഇൻറ്റു ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ m മൈനസ് 1/m ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് E3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ m മൈനസ് 2/m എക്സെട്ര ലാസ്റ്റ് m മൈനസ് q മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് q പ്ലസ് 1 ഡിവൈഡഡ് ബൈ m എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജോയിന്റ് പ്രോബബിലിറ്റി ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് കൊടുത്താൽ മതി ജോയിന്റ് കിട്ടണമെങ്കിൽ. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് അല്ലെ ജോയിൻ E1 ജോയിൻ E2 ജോയിൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് E1 ജോയിൻ E2 ജോയിൻ അല്ലെ? സോറി, ജോയിൻ അല്ല, ഇതെന്താണ്? ജോയിൻ അല്ല, മീറ്റ് അല്ലെ? ഐ എം വെരി സോറി, ജോയിൻ അല്ലല്ലോ, മീറ്റ് അല്ലേ വരിക. ഓക്കെ, മീറ്റ് എക്സെട്ര EQ മീറ്റ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇതിനെ നമുക്ക് m മൈനസ്, അതായത് m മൈനസ് 1/m ഇൻറ്റു m മൈനസ് 2/m ഇൻറ്റു എക്സെട്ര m മൈനസ് q പ്ലസ് 1 അത് മുകളിലേക്ക് പോയാൽ q m മൈനസ്
ക്യൂ പ്ലസ് 1 അല്ലേ, എം മൈനസ് ക്യൂ പ്ലസ് 1/m. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി കറസ്പോണ്ടിങ് ആയി ദാറ്റ് ഈസ് ഈക്വൽ ടു, അതൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് എപ്സിലോൺ ഈക്വൽ ടു നമുക്ക് 1 മൈനസ് 1/m ഇൻറ്റു 1 - 2/m ഇൻറ്റു പിന്നെന്താണ് എക്സെട്ര ഇൻറ്റു 1 - q - 1/m എന്നുള്ള രീതി. ഇതാണ് ഇതിന്റെ കൊളീഷന്റെ സക്സസീവ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കൊളീഷന്റെ സക്സസീവ് പ്രോബബിലിറ്റി. ഓക്കെ ഓക്കെ, പ്രൂഫ് ഓക്കെ ആണോ? പറഞ്ഞോ? ഹലോ, ഓക്കെയാണ് സാർ, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് കൊളീഷൻ. ഓക്കെ, കൊളീഷൻ നമുക്ക് എങ്ങനെ കിട്ടും, ഏതിൽ നിന്നും, സെക്കൻഡ് പ്രീ ഇമേജിൽ നിന്നും കൊളീഷൻ എങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നാലും നമ്മൾ ഇപ്പം പ്രീമേജ് കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീമേജ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ അറിയാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു കൊളീഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, കൊളീഷൻ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പ്രീ ഇമേജ് ഉണ്ട് എങ്കിൽ. ഓക്കെ ഓക്കെ, കൊളീഷൻ ടു സെക്കൻഡ് പ്രീ ഇമേജ്, അവിടെ നമുക്ക് എന്ത് മാത്രമേ തരുള്ളൂ, എച്ച് അല്ലേ, എച്ച് മാത്രമേ തരേണ്ടിയുള്ളൂ. കാരണം സെക്കൻഡ് പ്രീ ഇമേജ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് പ്രീ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ തന്നിരിക്കും, എച്ച് തന്നിരിക്കും, പിന്നെന്ത് തന്നിരിക്കും, എക്സ് തന്നിരിക്കും, ക്യൂ തന്നിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എച്ച് മാത്രം കിട്ടിയാൽ മതി. കാരണം കൊളീഷനിലുള്ള ആളാരാണ്, കൊളീഷനിൽ എച്ചും ക്യൂവും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളുടെ എക്സ്റ്റേണൽ ആയിട്ട് ഇവിടെ വരുന്ന കുഞ്ഞാപ്പ് ആരെന്നാണ്, സെക്കൻഡ് പ്രീ ഇമേജ് ആണ് അല്ലെ, ഓറക്കിൾ സെക്കൻഡ് പ്രീ ഇമേജ്. അതായത് സെക്കൻഡ് ഇമേജ് ഓറക്കിളിന്റെ 3 പ്രോബ്ലംസ് ആണുള്ളത്. ഒന്ന് പ്രീ ഇമേജ്, സെക്കൻഡ് ഓറക്കിളിലുള്ള രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സെക്കൻഡ് പ്രീ ഇമേജ്, മൂന്നാമത്തത് എന്താണ്, കൊളീഷൻ. ഇങ്ങനെ 3 പ്രോബ്ലംസ് ആണുള്ളത്. അതിൽ നിന്ന് എങ്ങനെയാണ് കൊളീഷൻ നമുക്ക് എന്ത് ചെയ്യുക, റിവോൾവ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അത് എന്തിൽ നിന്നും, സെക്കൻഡ് പ്രീ ഇമേജിൽ നിന്നും കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെടുത്ത് ആദ്യം ചൂസ് ഒരു എക്സ് ഉണ്ടായിരിക്കണം. എക്സ് എന്താണ്, ഫ്രം എക്സിൽ നിന്നും അല്ലെ, ക്യാപിറ്റൽ എക്സിൽ നിന്നും നമ്മൾ, അല്ലെങ്കിൽ ക്വയറീസിൽ നിന്നും, അല്ലെങ്കിൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസിൽ നിന്നും നമ്മൾ എടുക്കണം അല്ലെ, യൂണിഫോംലി അറ്റ് റാൻഡം യൂണിഫോംലി. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇഫ് ഓറക്കിൾ സെക്കൻഡ് പ്രീ ഇമേജ് എച്ച് ഓഫ് എക്സ് കോമ, നമുക്കറിയാം എച്ച് ഓഫ് എക്സ്, അതായത് നമ്മളുടെ സെക്കൻഡ് പ്രീ ഇമേജിന് നമുക്ക് എച്ചിന്റെയും എക്സിന്റെയും, അതായത് ഒരു എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ഡാഷ് എന്ന് കൊടുത്തിട്ടുള്ള ഒരു കുഞ്ഞാപ്പ് എക്സ് ഡാഷ് കിട്ടുകയാണ് എങ്കിൽ, അതാണ് ഇതിന്റെ മീനിങ് ചെയ്യുന്നത്. അതായത് എച്ച് ഓഫ് എക്സിന് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ഡാഷ് എന്നുള്ള ഈ എക്സ് ഡാഷ്, വേർ എക്സ് ഡാഷ് നോട്ട് ഈക്വൽ ടു എക്സ് ഡാഷ് അല്ലെ, ഇതാണ് സെക്കൻഡ് പ്രീ ഇമേജിന്റെ കൺസെപ്റ്റ്. അങ്ങനെയുള്ള എക്സ് ഡാഷ് കിട്ടുകയാണ് എങ്കിൽ, അതാണ് സെക്കൻഡ് പ്രീ ഇമേജ് നമുക്ക് ഗിവൺ ആണ് എങ്കിൽ, സെക്കൻഡ് പ്രീ ഇമേജ് നമുക്ക് ഗിവൺ ആണ് എങ്കിൽ, ഇഫ് എച്ച് ഓഫ് എക്സ് ഡാഷ് പ്രീ ഇമേജ് എച്ച് ഓഫ് എക്സ് ഡാഷ് ആണ് എങ്കിൽ, ഓക്കെ, സെക്കൻഡ് പ്രീ ഇമേജ് എക്സ് ഡാഷ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, എന്ത് കിട്ടണമെന്ന്, കൊളീഷൻ കിട്ടണം എന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്താൽ മതി, റിട്ടേൺ എക്സ് ഡാഷ് റിട്ടേൺ ചെയ്താൽ മതി. ഇനി അതല്ല, നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ, സെക്കൻഡ് പ്രീ ഇമേജ് കിട്ടുന്നില്ല, എച്ച് ഓഫ് എക്സ് കോമ വേറൊരു എലമെന്റ് എടുത്തു, സം എലമെന്റ് അനദർ വൺ x1 എടുത്തു, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു സെക്കൻഡ് പ്രീ ഇമേജ് അല്ല എന്ന് വിചാരിക്കാം. സെക്കൻഡ് പ്രീ ഇമേജ് ഓറക്കിൾ സെക്കൻഡ് പ്രീ ഇമേജ്, അതൊക്കെ ക്യാപിറ്റലിലാട്ടോ ഇതെന്റെ, ഞാൻ സ്മോൾ ലെറ്ററിലായി പോയിട്ടുണ്ട്. ഓക്കെ, ക്യാപിറ്റലിലേ ഇതാവുള്ളൂ കേട്ടോ, പിന്നെയും ക്യാപിറ്റലല്ല, സ്മോൾ. സെക്കൻഡ് പ്രീ ഇമേജ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു സം നോട്ട് ഈക്വൽ ടു x1 അല്ല എങ്കിൽ അത് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ ഫെയിൽ ചെയ്യും. അതല്ല x1 ആണ് എങ്കിൽ, ഈക്വൽ ടു x1 ആണ് എങ്കിൽ, ഈക്വൽ ടു x1 ആണ് എങ്കിൽ റിട്ടേൺ x, x1 ആണ്, x1 ആണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടി, കൊളീഷൻ ആയി. അതല്ല എങ്കിൽ നമുക്ക് ഇത് കിട്ടി, ഓക്കെ, ഫെയിലിയർ കിട്ടും. ഓക്കെ,
ഇത് സെക്കൻഡ് പ്രീ എങ്ങനെയാണ് കൊളീഷൻ കിട്ടുക, ഏതിൽ നിന്നും സെക്കൻഡ് പ്രീ ഇമേജ് നമുക്കറിയാമെങ്കിൽ, എങ്ങനെ സെക്കൻഡ് പ്രീ ഇമേജ് നമുക്കറിയാമെങ്കിൽ അതിൽ നിന്നും നമുക്ക് എങ്ങനെ കൊളീഷൻ കിട്ടുക എന്നുള്ളതിന്റെ അൽഗോരിതമാണിത്. ഓക്കെ. പിന്നെ അടുത്തത് കൊളീഷനിൽ നിന്നും, അല്ലെങ്കിൽ കൊളീഷൻ എങ്ങനെ കിട്ടും, പ്രീ ഇമേജ് തന്നിട്ടുണ്ട് എങ്കിൽ അത് കൊളീഷൻ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് അടുത്തത്. അപ്പൊ നമ്മളെ അടുത്ത് കയ്യിൽ വേണ്ടിയത് എന്താണ്, ഓറക്കിൾ പ്രീ ഇമേജ്, അതായത് സെക്കൻഡ് പ്രീ ഇമേജ് ഉണ്ടാവണം. ഓക്കെ, പ്രീ ഇമേജ് എന്ത് ചെയ്യണം, അവിടെ ഉണ്ടാവണം. അപ്പൊ കൊളീഷൻ എങ്ങനെ കിട്ടും, പ്രീ ഇമേജിൽ നിന്നുള്ളതാണ്. അപ്പൊ നമ്മളടുത്ത് പ്രീ ഇമേജ് ഉണ്ട്. പ്രീ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമ്മൾ മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രീ ഇമേജിന്റെ ഇതിൽ ഇല്ലല്ലേ, സോറി, പ്രീ ഇമേജിന്റെ അൽഗോരിതം എന്തായിരുന്നു, പ്രീ ഇമേജിന്റെ അൽഗോരിതം ഫൈൻഡ് പ്രീ ഇമേജ്. കുഞ്ഞാബൂസ് എച്ച് ഉണ്ടായിരിക്കണം, പിന്നെ എന്തുണ്ടായിരിക്കണം, വൈ ഉണ്ടായിരിക്കണം, ക്വയറി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്, ഫോർ അല്ലേ, അല്ലെങ്കിൽ ചൂസ് അല്ലേ, എക്സ് ഈക്വൽ ടു ചൂസ് അല്ലായിരുന്നോ, കൊളീഷൻ അല്ല, സെക്കൻഡ് പ്രീ ഇമേജിന്റെ എന്തായിരുന്നു, ചൂസ്. എക്സ് നോട്ട്. ഓക്കെ ഓക്കെ, ചൂസ്. പറയൂ, ചൂസ് എക്സ് നോട്ട് ഈസ് എ റാൻഡംലി ചൂസിങ് ഫ്രം എക്സ് അല്ലേ, വിത്ത് കാർഡിനാലിറ്റി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ക്യൂ അല്ലെ കുഞ്ഞാപ്പോസ്, അല്ലേ, ക്യൂ. ഇനി എന്താണുള്ളത്, ഇനി എന്തായിരുന്നു ഉള്ളത്, For each x belongs to x naught. For each x belongs to, അല്ലേ, each x belongs to x naught. ഇനീഷ്യലൈസ് ചെയ്തു. h of x, if h of x equal, അങ്ങനെ അല്ലായിരുന്നോ, if ഏകദേശം ഒരു മോഡലാട്ടെ, if h of x equal to y, which then return അല്ലേ, റിട്ടേൺ എക്സ് റിട്ടേൺ ചെയ്യും. അതല്ല എങ്കിൽ എന്താണ്, റിട്ടേൺ ഫെയിലിയർ അല്ലേ. ഓക്കെ, റിട്ടേൺ ഫെയിലിയർ. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് ആണ് നമ്മളുടെ ഇത് ഏതിലുള്ളത്, ഫൈൻഡ് പ്രീ ഇമേജിലുള്ള. അപ്പൊ പ്രീ ഇമേജ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. പ്രീ ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ എങ്ങനെ നമുക്ക് എന്ത് കൊളീഷൻ എങ്ങനെ കിട്ടും നോക്കാം. അപ്പൊ പ്രീ ഇമേജ് നമ്മളുടെ അടുത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തു എക്സ് യൂണിഫോംലി അറ്റ് റാൻഡം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു എന്താണ്, എച്ച് ഓഫ് എക്സ് എന്ന് കൊടുക്കാം. അപ്പൊ എന്താണ് കൊടുക്കുന്നത്, നമ്മൾ y ഈക്വൽ ടു എച്ച് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓറക്കിൾ പ്രീ ഇമേജ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എച്ച് ഓഫ് എക്സ് ഡാഷ് ഈക്വൽ ടു വൈ ആണ് എങ്കിൽ, നമ്മളെ അടുത്തിപ്പം വൈ ഉണ്ട്, എച്ച് ഓഫ് എക്സ് ഡാഷ് ഈക്വൽ ടു വൈ ആണ്, അതുപോലെ തന്നെ എക്സ് ഡാഷ് നോട്ട് ഈക്വൽ ടു എക്സ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് കോമ എക്സ് ഡാഷ് റിട്ടേൺ ചെയ്യാം. അതല്ല രണ്ടും ഈക്വൽ ആണ് അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ആണ്, അങ്ങനെയും വരാം രണ്ടും, അതായത് എക്സ് ഡാഷും എക്സും ഈക്വൽ ആണ് എന്നുള്ള കൺസെപ്റ്റും വരാം. അല്ലെങ്കിൽ എച്ച് കോമ, അതായത് പ്രീ ഇമേജ് എക്സ് ഡാഷ് അല്ലാത്തൊരു കേസ്, അതായത് എച്ച് ഓഫ് എക്സ് ഡാഷ് ഈക്വൽ ടു വൈ എന്നുള്ള നോട്ട് ഈക്വൽ ടു വൈ എന്നുള്ള കേസ് ആണെങ്കിൽ റിട്ടേൺ ഫെയിലിയർ റിട്ടേൺ ചെയ്യും. ഓക്കെ ഓക്കെ, ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എന്റെ നിതിനെ നിങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. അനസൊന്നും പൈസ ഉണ്ടാക്കാൻ പോയോ? എന്ത് പോയിണ്ടാവും? ഓക്കെ, എന്നാ കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ട്. അത് എവിടെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിന്റെ ഇടയിൽ ഇപ്പം ഇവിടെ ഒരു കൺസെപ്റ്റ് ഇത് എടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇത് കുറച്ച് നേരത്തെ ഒരു കൺസെപ്റ്റ് കൂടി ഇവിടെ പറയാനുണ്ട്, പറഞ്ഞോട്ടെ? ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. ഒരു റിലേഷൻ ബിറ്റ്വീൻ ക്യൂ ആൻഡ് എപ്സിലോൺ, അല്ലെങ്കിൽ സക്സസ് പ്രോബബിലിറ്റി ക്വയറിയും തമ്മിലുള്ള ഒരു റിലേഷൻ പറയാനുണ്ട്.
കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻ ബിറ്റ്വീൻ. ഇവിടെ ഇതിന്റെ തൊട്ട് മുമ്പത്തെ തിയറത്തിന്റെ ശേഷം ഒരു കൺസെപ്റ്റ് പറയാനുണ്ടായിരുന്നു. കൊളീഷന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കൊളീഷന്റെ ഉള്ള ഒരു സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതിയാൽ മതി നിങ്ങൾ. റിലേഷൻ ബിറ്റ്വീൻ എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ Q and epsilon. Q and epsilon. Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ക്വയറീസ് ആൻഡ് എന്താണ്? സക്സസ് പ്രോബബിലിറ്റി. ഓക്കെ അല്ലെ? എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ് പ്രോബബിലിറ്റി ഓഫ് കൊളീഷൻ. ഓക്കെ, അൽഗോരിതം ഫോർ കൊളീഷൻ. അപ്പൊ ഇത് നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരു ഭാഗം ഒരു സൈഡ് ഹെഡിങ് ആക്കിയിട്ട് നിങ്ങൾ എഴുതുക. കാരണം ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കും ഫൈൻഡ് ദി റിലേഷൻ ബിറ്റ്വീൻ Q ആൻഡ് എപ്സിലോൺ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഓക്കെ, അതായത് ഇൻ ദി അൽഗോരിതം കൊളീഷൻ എന്നും പറഞ്ഞിട്ടാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഫൈൻഡ് ദി റിലേഷൻ ബിറ്റ്വീൻ Q ആൻഡ് എപ്സിലോൺ എന്നും പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇവിടെ എപ്സിലോൺ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ കുഞ്ഞാപ്പ് ഏതാണ്? എപ്സിലോൺ ഈക്വൽ ടു എന്താണ്? 1 മൈനസ് എന്താണ് കിട്ടിയത്? m മൈനസ് 1 ബൈ m ഇൻറ്റു അല്ലെ m മൈനസ് 2 ബൈ m ഇൻറ്റു എക്സെട്ര m മൈനസ് q പ്ലസ് 1 ബൈ m. ഓക്കെ ആണല്ലോ? ആണോ? ഒറ്റ ഒന്നും ഇവിടെ ഇടയില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇതിനെ മാറ്റം വരുത്താൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇതിനൊരു തരികിട അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ Q ആൻഡ് എപ്സിലോൺ. Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ക്വയറീസ് ഇൻ കൊളീഷനിലുള്ളതാണ് കേട്ടോ. കൊളീഷന്റെ ഇതിലാണ് അൽഗോരിതത്തിലെ അപ്രോക്സിമേഷന് പ്രോബബിലിറ്റിയും ക്വയറീസും ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ശ്രദ്ധിക്കണേ 1 മൈനസ് m മൈനസ് 1 ബൈ ഇത് എന്ത് മാറ്റം വരും നോക്കുക. ഇതിനെ നമുക്ക് എന്തെന്ന് മാറ്റാൻ വരുത്താൻ പറ്റും? 1 മൈനസ് 1 ബൈ m എഴുതിക്കൂടെ? ഇൻറ്റു 1 മൈനസ് 2 ബൈ m എഴുതിക്കൂടെ? ഓക്കെ, കുഴപ്പമില്ലല്ലോ? ഇല്ല. ഓക്കെ 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 അപ്പം ഈ കുഞ്ഞാപ്പു വിച്ച് ഈസ് എക്സെട്ര, ഞാൻ നോക്കണേ, എക്സെട്ര ഈ കുഞ്ഞാപ്പ് എക്സെട്ര ഇതിൻ്റെ ഇടയിൽ എക്സെട്ര അവസാനം വരെ 1 മൈനസ് Q മൈനസ് 1 ബൈ m വരും. ഓക്കെ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇതിനെ ഒന്നുകൂടി മാറ്റി ഇതാണ് 1 മൈനസ് ഓക്കെ ബൈ അല്ലേ? ഇതിനെ ഈക്വലന്റ് കൺസെപ്റ്റിലേക്ക് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് അല്ലേ പ്രോഡക്റ്റ് ഓഫ് I ഈക്വൽ ടു 1 to Q മൈനസ് 1 അല്ലേ? I ഈക്വൽ ടു 1 to Q മൈനസ് 1 1 മൈനസ് 1 ബൈ m എഴുതുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യാണ്. നമ്മളുടെ e റൈസ് ടു എക്സിന്റെ സീക്വൻസ് അല്ലെങ്കിൽ സീരീസ് ഫോം അറിയോ? e റൈസ് ടു എക്സിന്റെ സീരീസ് ഫോം e റൈസ് ടു എക്സ് അല്ല മൈനസ് എക്സ് അല്ലേ? e റൈസ് ടു മൈനസ് എക്സ് e റൈസ് ടു മൈനസ് എക്സിന്റെ സീരീസ് ഫോം അറിയോ? അറിയോ? 1 മൈനസ് എക്സ് പ്ലസ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ എക്സെട്ര അല്ലേ? ഇതല്ലേ? ഓക്കെ, ഇഫ് എക്സ് സ്മോൾ ആണെന്ന് വിചാരിക്കാം, എക്സ് സ്മോൾ അപ്രോച്ചിങ് ടു 0 ആണെങ്കിൽ 1 മൈനസ് എക്സ് ഈ സ്ക്വയറിന് ശേഷമുള്ള ബാക്കിയുള്ളതൊക്കെ 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു നമ്പർ ആയിരിക്കും. അപ്പം മുകളിൽ ഡിവൈഡഡ് ബൈ ഇത് എന്ന് പറയുന്നത് അപ്രോച്ചിങ് ടു 0 ആയിരിക്കും. ഇത് ഏകദേശം ഒരു അപ്രോച്ചിങ് ടു 0 ആയിരിക്കും. ആണോ?
ആണോ? Yes, sir. ആവുമോ? അല്ലേ? അപ്പൊ ഇതെന്ത് ചെയ്യുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1/m എന്ന് പറയുന്ന കുഞ്ഞാപ്പു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സ്മോൾ. ആണോ? ഒരു സ്മോൾ എലമെന്റ് ആണ് 1 - 1/m. ലെസ് ദാൻ 1 അല്ല എന്തായാലും, ആണ് sir. അല്ലേ? ആണല്ലോ. sir. ഓക്കെ, അപ്പം ലെസ് ദാൻ 1 ആണ്. ദാറ്റ് മീൻസ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് e⁻⁻x അപ്പൊ നമ്മൾക്ക് ഈസ് ഈക്വലന്റ് ടു 1 - x എന്ന് എഴുതാം. ഫോർ സ്മോൾ എക്സിന് എഴുതാൻ പറ്റൂലേ? ഫോർ സ്മോൾ എക്സ് അല്ലേ? ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വലന്റ് ടു, അല്ലെങ്കിൽ അല്ലേ, പ്രോബബ്ലി നമുക്ക് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു 1 - i ഈക്വൽ ടു 1 to q - 1. ഇതിന്റെ സ്ഥാനത്ത് ആര് വരും? സോറി, 1 - എന്നുള്ളടത്ത് തെറ്റിപ്പോയി. എന്ത് വരും? എന്താ വരിക ഇവിടെ? എന്താ വരിക ഇതിന്? 1 - തന്നെ, 1 - ഇന്നോട് മാറിപ്പോയി. 1 - ഈ കുഞ്ഞാപ്പുവിന്റെ സ്ഥാനത്ത്, കാരണം എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഈ സ്മോൾ ആണ് എങ്കിൽ 1/m ഈസ് സ്മോൾ. 1/m എന്താണ് ഇവിടെ? സ്മോൾ ആണ്. അങ്ങനെയാണ് എങ്കിൽ i ഈക്വൽ ടു 1 to q - 1. q - 1 1 - 1/m. 1/m എക്സിന്റെ സ്ഥാനത്ത് 1/m ആണ് വരിക. അങ്ങനെയാണെങ്കിൽ അത് സ്മോൾ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് e⁻⁻ i/m എന്ന് എഴുതിക്കൂടെ? ഇതിൽ എന്തോ തെറ്റുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. മനസ്സിലാകത്തില്ലല്ലോ? e⁻⁻ i/m ഇത് എഴുതുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? അതാ നോക്ക. 1 - x എന്നുള്ളത്, അതായത് e⁻⁻x ഈക്വൽ ടു 1 - x എന്ന് എഴുതാം ഫോർ സ്മോൾ എക്സ്. ഇവിടെ ഹിയർ 1/m ഈസ് സ്മോൾ, കാരണം m എപ്പോഴും ലാർജർ ആയിരിക്കും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ m ഈസ് ലാർജർ, സോ 1/m ഈസ് സ്മോളർ. അങ്ങനെ വരുമ്പോൾ നമുക്ക് 1 - ഇതങ്ങനെ തന്നെ 1 - q⁻i അല്ലെ? ഇത് 1 - im എന്ന് പറയുന്നതിന് നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻⁻im എന്ന് എഴുതാം 1 - m ന്. ഇത് പ്രശ്നമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പം im എന്ന് എഴുതാം. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് നമ്മളുടെ കൺസെപ്റ്റ് പ്രകാരം ദാറ്റ് ഈസ് ഈക്വലന്റ് ടു, ഇനി നമ്മൾ തരികിട അപ്ലൈ ചെയ്യാണ്. 1 - എന്താ വരിക? e⁻⁻1/m ഇൻറ്റു e⁻⁻2/m ഇൻറ്റു എക്സെട്ര e⁻⁻ എന്താ വരിക? q-1/m എന്നല്ലേ വരിക? അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - e⁻⁻1/m -2/m. That is minus in a take outside. That is minus of 1/m plus 2/m plus 3/m plus etc. plus q⁻⁻1/m. കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് ഡിനോമിനേറ്ററിൽ m ആണ്, അപ്പൊ നമുക്ക് 1 plus 2 plus 3 plus etc. plus q-1 എഴുതാം. നമുക്കറിയാം 1 plus 2 plus etc. plus n ഈക്വൽ ടു എന്താണ്? n into n plus 1/2 ആണ്. ആ കൺസെപ്റ്റ് അപ്ലൈ ചെയ്തൂടെ? അല്ലേ? 1 അപ്പൊ റിലേഷന് ഏകദേശം എത്താനായി 1 e⁻⁻ ബ്രാക്കറ്റിൽ എടുത്തിട്ടുണ്ടെങ്കിൽ 1 plus 2 plus etc. plus q-1
all divided by m, that is equal to 1 minus e raised to q സ്ഥാനത്ത് q മൈനസിന്റെ സ്ഥാനത്ത് എന്നാണ് അപ്ലൈ ചെയ്യുക q. അപ്പൊ എന്താ വരിക q ഇൻറ്റു q മൈനസ് അല്ലെങ്കിൽ q മൈനസ് 1 ഇൻറ്റു q ഡിവൈഡഡ് ബൈ 2 ആണോ 1 plus 2 plus etc plus q minus 1 വരെയുള്ള സമ്മ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞാപ്പ് ആണ്. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്നും മിണ്ടണില്ല എന്തോ ആട്ടെ q ഇൻറ്റു q മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഒരു m ഇവിടെ ഡിവൈഡഡ് ബൈ അപ്പൊ ഇൻറ്റു m. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡ് സത്യത്തിൽ എന്താണ്? ദാറ്റ് ഈസ് ഈ എപ്സിലോൺ ഈക്വൽ ടു എന്താണ് 1 മൈനസ് ഇ റേസ് ടു എപ്സിലോൺ ആണ് സത്യത്തിൽ എന്ത് സംഭവിച്ചത് ഈ കുഞ്ഞാപ്പ് ആയത് അല്ലേ? ആണോ? മൈനസ് q മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 റേസ് ടു m. ഓക്കെ, ഇനി ഈന ഇപ്പുറത്തെ സൈഡിലേക്കും 1 മൈനസ് ഇപ്പുറത്തെ കുഞ്ഞ എപ്സിലോൺ ഇപ്പുറത്തേക്കും കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് എന്താ കിട്ടുക? ഇ റേസ് ടു മൈനസ് q മൈനസ് 1 ബൈ 2 റേസ് ടു m ഈക്വൽ ടു എന്താ വരിക? 1 മൈനസ് എപ്സിലോൺ എന്ന് വരൂലേ? ടേക്ക് ലോഗരിതം എടുക്കുക അല്ലേ? എക്സ്പൊണൻഷ്യൽ ആന്റിയിൽ എക്സ്പൊണൻഷ്യൽ എടുത്തിട്ടുണ്ട് എങ്കിൽ എന്ത് കിട്ടും? ലോഗ് അല്ലെങ്കിൽ ലോഗ് ഇവിടെ എടുക്കുമ്പോൾ എന്തായി മാറും? മൈനസ് q ഇൻറ്റു q മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 റേസ് ടു m അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് 1 മൈനസ് എപ്സിലോൺ. എന്തോ കുഴപ്പമുണ്ടോ? ഇല്ല. അല്ലേ? കുഴപ്പമില്ലല്ലോ? അപ്പോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് തരികിടകൾ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് നമുക്ക് ഈ മൈനസിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പൊ നമുക്ക് ഉണ്ടാവുക q മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 സ്മോൾ ലെറ്റർ m ആയി പോയിട്ടുണ്ട്, ക്യാപിറ്റൽ m ആട്ടോ ഇതിന്റെ 2m ദാറ്റ് ഈസ് മൈനസ് ln ഓഫ് 1 മൈനസ് എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് എപ്സിലോൺ ഈ മൈനസിനെ ഇവിടെ എഴുതാം റേസ്ഡ് 1 അല്ലേ? അങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ, അത് ഇനി ഇത് 2m ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവാം. അപ്പൊ നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരിക q അല്ലെ? q മൈനസ് 1 ക്യൂനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ q സ്ക്വയർ അല്ലെ മൈനസ് q ഈക്വൽ ടു 2m അപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 2 ഇൻറ്റു m ln അല്ലെ? ln 1 ബൈ ഇതിനെന്ത് ചെയ്യാം? 1 മൈനസ് എപ്സിലോൺ എഴുതാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാണ്? ചില തരികിട അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് ഏകദേശം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഏകദേശം അപ്രോക്സിമേറ്റ് ആണ്. ഇതൊക്കെ സത്യത്തിൽ വാല്യൂ ഫിസിക്സ് ആണ് കേട്ടോ. സത്യത്തിൽ ഇത് ഫിസിക്സ് കൺസെപ്റ്റ്സ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അപ്രോക്സിമേറ്റ് ആണ് ഏകദേശം വാല്യൂസ് വരുന്നത് അല്ലേ? ആണോ? ഇഫ് ഇനി നമ്മൾ ചെയ്യുന്ന ഇഫ് ഇഗ്നോർ ചെയ്യാണ്. ഏത് കുഞ്ഞാപ്പിനെ? ക്യൂന് അങ്ങ് ഇഗ്നോർ ചെയ്യാണ്. ഓക്കെ, ഇഗ്നോർ ചെയ്തിട്ടുണ്ട് എങ്കിൽ മൈനസ് ക്യൂന് അങ്ങ് ഇഗ്നോർ ചെയ്തു. അങ്ങനെയാണ് എങ്കിൽ ദെൻ വി ഗെറ്റ് നമുക്ക് എന്താ കിട്ടുക? q സ്ക്വയർ ഈസ് അല്ലേ? ഈസ് കറസ്പോണ്ടിങ് ടു വാല്യൂ ഈസ് 2 ഇൻറ്റു m ln 1 ബൈ 1 മൈനസ് എപ്സിലോൺ എന്ന് കിട്ടൂലേ? ആണോ? 1 മൈനസ് എപ്സിലോൺ കിട്ടും. 1 ബൈ 1 മൈനസ് എപ്സിലോൺ എന്ന് കിട്ടൂലേ?
ഉണ്ടോ? ബായ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യൂ ഈസ് കറസ്പോണ്ടിങ് ആയിട്ട് ഈസ് ഈക്വലൻ ടു റൂട്ട് ഓഫ് 2 into ln 1/1 മൈനസ് എപ്സിലോൺ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് ഈഫ് എപ്സിലോൺ ഈക്വൽ ടു 1/2, എപ്സിലോൺ ഈക്വൽ ടു 1/2, അതായത് 0.5 എടുക്കുക. അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ എസ്റ്റിമേഷൻ എന്തായിരിക്കും? then q ഈക്വൽ ടു, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേഷൻ ബിറ്റ്വീൻ q ആൻഡ് എപ്സിലോൺ എന്ന് പറയുന്നത്. ഓക്കെ, റിലേഷനിൽ നോക്കുക, പ്രത്യേകിച്ച് ഇവിടെ ആരാണ് തീരുമാനം എടുക്കുന്നത്? ഈ എപ്സിലോൺ ആണ്. എം ഈസ് കോൺസ്റ്റന്റ് അല്ലേ? എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് എപ്പോഴും എന്തായിരിക്കും? അത് ഒറ്റ സെറ്റിൽ ഉണ്ടാകുന്നത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ പ്രൂഫ് ആണോ? q ഈസ് കോൺസ്റ്റന്റ്. ഇവിടെ എപ്സിലോൺ ആണ്, പ്രോബബിലിറ്റി ആണ് എന്ത് ചെയ്യുന്നത്? തീരുമാനം എടുക്കുന്നത്. ഓക്കെ, സക്സസ് പ്രോബബിലിറ്റി ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? തീരുമാനം എടുക്കുന്നത്. ക്യൂവിന്റെ വാല്യൂസ് ആയിട്ട്. അതായത് ഇവിടെ നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് ഒരു q ഈക്വൽ ടു 1/2 എടുത്തിട്ടുണ്ട് എങ്കിൽ വിച്ച് ഈസ് കറസ്പോണ്ടിങ് ടു എന്ത് കിട്ടും? 2 raised to അല്ലെങ്കിൽ 2 into m ln 1/1/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ln2 അല്ലേ? ദാറ്റ് ഈസ് ln2. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ln2ന്റെ കറസ്പോണ്ടിങ് ഇൻറ്റു 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ln4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് ln4ന്റെ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ലഗ്ഭഗ് എത്ര വരിക? ln2 എന്ന് കാൽക്കുലേറ്റർ എടുത്ത് നോക്കട്ടെ. 1.7 ഏകദേശം കേട്ടോ. 1.17 ഇൻറ്റു റൂട്ട് ചെയ്യാം. ഓക്കെ, 1.17 റൂട്ട് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ എന്ത് കൊടുക്കുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ക്യൂ ഉണ്ടാവുക. അതായത് ഇപ്പം എപ്സിലോൺ ഈക്വൽ ടു 1/2 എടുത്തിട്ടുണ്ട് എങ്കിൽ എപ്സിലോൺ എന്ന് പറയുന്നത് 1/2 ആണ് എങ്കിൽ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സം കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ വിച്ച് ഈസ് ഡയറക്ട്ലി, അതായത് ക്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? റൂട്ട് ചെയ്യാം. റൂട്ട് എമ്മിന് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മനസ്സിലായിട്ടുണ്ടോ അല്ലേ? അല്ലെങ്കിൽ ക്യൂവിനെ വേറൊരു രീതി പറയാം. ഓർഡർ ബിഗ് ഓ നൊട്ടേഷൻ പഠിച്ചിട്ടില്ലേ നമ്മൾ നമ്പർ തിയറിയിൽ? എന്താണ് സത്യത്തില് അതിനെ കൊണ്ട് പറയുന്നത്? ഓർഡർ എന്നാണ്. അതായത് സം മൾട്ടിപ്പിൾ ബിഗ് ഓ ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് സം മൾട്ടിപ്പിൾ ഓഫ് എ ആണ്. ടി ഇൻറ്റു എ, അല്ലെങ്കിൽ സം അനദർ കൺസെപ്റ്റ് 100 എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ബിഗ് ഓ നൊട്ടേഷൻ. അതല്ലെങ്കിൽ ഓർഡർ ഓഫ് എ എന്നാണ് പറയുക. അതേപോലെ തന്നെ ക്യൂ ഈസ് ഓർഡർ ഓഫ് എം. എപ്പോഴും എന്താണ്? ക്യൂ എന്തായിരിക്കും? ഓർഡർ ഓഫ് എം ആണോ റൂട്ട് എം ആണോ? ഓർഡർ ഓഫ് റൂട്ട് എം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് പ്രത്യേകം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇതിലല്ലേ, കാരണം റിലേഷൻ ബിറ്റ്വീൻ ക്യൂ ആൻഡ് എപ്സിലോൺ. ഓക്കെ, കൊളീഷന്റെ കേസിലെ മാത്രമേ അതുള്ളൂ. കാരണം എന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ നമ്മൾ ഇവിടെ എടുക്കുന്ന റിസൾട്ട് അല്ലെ, പ്രോബബിലിറ്റി റിസൾട്ടിൽ നിന്നുമാണ് അത് കിട്ടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, മറ്റേ നിന്നും ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ കൊളീഷൻ ഇപ്പം ഏതൊക്കെ പറഞ്ഞു? കൊളീഷൻ പ്രീ ഇമേജിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പറഞ്ഞു, അതുപോലെ തന്നെ സെക്കൻഡ് പ്രീ ഇമേജിൽ നിന്നും ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐട്രേറ്റഡ് ഹാഷ് ഫംഗ്ഷൻ. ഇനി നിങ്ങൾക്ക് പോവോ? ഇനി അങ്ങോട്ടുള്ള എടുക്കാൻ ആവുമ്പോ പോവോ? എന്താ എടുക്കാൻ പറ്റുമല്ലേ? അല്ലെ നാളെ എടുത്താൽ മതിയോ? ഇനി കൊറേ ഉണ്ട് സാറേ. എത്ര ഉണ്ടാവുക ഹാഷ് ഫംഗ്ഷന്? ഇത് ഇത്രേ ഉള്ളൂ അല്ലേ? ഇത് കുറച്ചാകും. ഇതെടുക്കട്ടെ.
നാളെ എടുക്കാം സാർ. അപ്പൊ ഇതുകൂടി കഴിഞ്ഞ് ഞാൻ നിർത്തും. ഓക്കെ, ബാക്കി നാളെ എടുക്കും. അപ്പൊ ഐട്രേറ്റഡ് ഹാഷ് ഫംഗ്ഷൻ. അപ്പൊ ഐട്രേറ്റഡ് ഹാഷ് ഫംഗ്ഷൻ നമ്മൾ കംപ്രസ് എന്ന് കേട്ടിട്ടുണ്ടോ? കംപ്രസ് ഉണ്ടോ? കേട്ടോ? കംപ്രസ് നമ്മളിപ്പോ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരത്ത്, അതായത് നമ്മള് ചുരുക്കുക അല്ലെ, ഏതൊരു സാധനത്തിനെയും കംപ്രസ് ചെയ്തിട്ട് ചുരുക്കുന്നതിനെയാണ് നമ്മൾ കംപ്രസ് എന്ന് പറയാം. അപ്പം നമ്മളുടെ ഇതിന്റെ കേസിൽ ഒരു കംപ്രസ് ഫംഗ്ഷൻ എന്താന്നുള്ളതാണ്. കംപ്രസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ, കംപ്രസ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം സെറ്റ് 0, 1 to ഫ്രം ടപ്പിൾസ് ഉണ്ട്. 0, 1ന്റെ ടപ്പിളാണ് m+t ടപ്പിൾസ് ആണ് എങ്കിൽ അതിനെ എന്തിലേക്ക് മാറ്റുക? കംപ്രസ് ചെയ്യിക്കുക, ഒരു m ടപ്പിൾസിലേക്ക് കംപ്രസ് ചെയ്യിക്കുന്നതിനെ ആണ് നമ്മൾ എന്ത് പറയാ, അല്ലെങ്കിൽ ചുരുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കംപ്രസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ t must be greater than or equal to 1, മിനിമം 1 എങ്കിലും ആവാം. എന്നാൽ മാത്രമേ നമ്മൾ, അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് 0, 1, 0, 0, 0 ടപ്പിൾ 0, 1, 0, 0, 0, 1, 0, 0, 0. ഇത് എത്ര എലമെന്റ് ഉണ്ട്? 1, 2, 3, 4, 5, 6. ഇതിനെ ഞാൻ ഇപ്പൊ കംപ്രസ് ഫംഗ്ഷൻ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇതിനെ ഞാൻ കംപ്രസ് ചെയ്യാണ് 0, 0, 1. അപ്പം ഇവിടെ 5 എലമെന്റ് 6 ഉള്ളതിനെ ഞാൻ 3ലേക്ക് കംപ്രസ് ചെയ്യും. അതായത് ഇത് 3+3 ടപ്പിൾസ് ആയിരുന്നു, അതിനെ ഞാൻ 3 ടപ്പിൾസിലേക്ക് മാറ്റി. ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കംപ്രസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കംപ്രസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ ഫംഗ്ഷൻ ഫ്രം m+t to t ടപ്പിൾസിൽ നിന്നും m ടപ്പിൾസിലേക്കുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? m+1 ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇങ്ങനെയുള്ള ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഐട്രേറ്റഡ് ഹാഷ് ഫംഗ്ഷൻ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഐട്രേറ്റഡ് ഹാഷ് ഫംഗ്ഷൻ എങ്ങനെ കംപ്രസ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവാലുവേഷൻ ഓഫ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇവാലുവേഷൻ ഓഫ് ഐട്രേറ്റഡ് ഹാഷ് ഫംഗ്ഷൻ. ഹാഷ് ഫംഗ്ഷന് 3 സ്റ്റെപ്പുകളുണ്ട്. ഓക്കെ, ഇവാലുവേഷൻ ഓഫ് h ഫംഗ്ഷൻ അല്ലെങ്കിൽ h ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹാഷ് ഫംഗ്ഷൻ. ഓക്കെ, h ഫംഗ്ഷൻ കൺസിസ്റ്റ് ഓഫ്, അങ്ങനെ തന്നെ എഴുതാം, കൺസിസ്റ്റ്, ഞാൻ ഇതിൽ എഴുതാൻ വന്നത് കൺസിസ്റ്റ് ഓഫ് 3 മെയിൻ സ്റ്റെപ്പ്. ഓക്കെ, 3 സ്റ്റെപ്സ്. 3 സ്റ്റെപ്പ് ഉണ്ട്. 3 സ്റ്റെപ്സ് ഉണ്ട്. എന്ത് ഒരു ഐട്രേറ്റഡ് ഹാഷ് ഫംഗ്ഷൻ എങ്ങനെ ചെയ്യേണ്ടി എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ, ഒരു h ഫംഗ്ഷൻ എങ്ങനെ ഐട്രേറ്റഡ് ഹാഷ് ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ഹാഷ് ഫംഗ്ഷൻ എങ്ങനെ ഐട്രേറ്റ് ചെയ്ത് ഉണ്ടാക്കാം. നമ്മള് ഐട്രേറ്റഡ് ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഐട്രേറ്റഡ് എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്? ഐട്രേറ്റഡ് ക്രിപ്റ്റോഗ്രഫി അല്ലേ? ഐട്രേറ്റഡ് സിഫർ ടെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഓർമ്മല്ലേ? അതിനൊരു എക്സാമ്പിൾ ആണ് ഏത്? SPN നെറ്റ്വർക്ക്. അതിനൊരു എക്സാമ്പിൾ ആണ് ഐട്രേറ്റഡ് സിഫർ ടെക്സ്റ്റിന്, അല്ലേ? ഓക്കെ, അപ്പൊ അതേ മോഡലിൽ തന്നെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐട്രേറ്റഡ് ഹാഷ് ഫംഗ്ഷൻ. എങ്ങനെ ഒരു ഹാഷ് ഫംഗ്ഷൻ നമുക്ക് കൺസ്ട്രക്ട് ചെയ്താൽ ഐട്രേറ്റ് ചെയ്ത് എങ്ങനെ ഒരു ഹാഷ് ഫംഗ്ഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിൽ ഐട്രേറ്റഡ് ഹാഷ് ഫംഗ്ഷൻ ഇവാലുവേഷൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിസ്റ്റ് ചെയ്യുന്ന 3 സ്റ്റെപ്സ്, 3 സ്റ്റെപ്സുകളുണ്ട്. ഒന്നാമത്തത് സ്റ്റെപ്പിന്റെ പേര് പ്രീ പ്രോസസിംഗ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ പേര് പ്രോസസിംഗ് സ്റ്റെപ്പ്, മൂന്നാമത്തത് ലാസ്റ്റ് സ്റ്റെപ്പ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ. ഇങ്ങനെ 3 സ്റ്റെപ്പുകളാണ് മേജർ ആയിട്ടുള്ളത്. അതിൽ പ്രീ പ്രോസസിംഗ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. പ്രീ പ്രോസസിംഗ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഇൻപുട്ട് സ്ട്രിങ് വേണം, അല്ലെ? ആ ഇൻപുട്ട് സ്ട്രിങ് എപ്പോഴും m+t എലമെന്റ്സ്, m+t1 എലമെന്റ്സിന്റെ മുകളിലോ അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിരിക്കണം. വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ കൺസെപ്റ്റ്. അതിന്റെ ലെങ്ത്, അതായത്
മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. തന്നിട്ടുള്ള സ്ട്രിങ് ഇപ്പൊ 0 1 0 0 0 0 0 അപ്പൊ m+t+1 ആയിട്ടുള്ള എന്തായിരിക്കും ഉണ്ടാവുക? ഒരു എലമെന്റ് ആയിരിക്കണം ഉണ്ടാവേണ്ടി. ഇനി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. എന്തിനെയാണ് ആദ്യം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ y എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളതാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് y നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ കൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. y എപ്പോഴും എന്തായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ y is congruent to 0 mod t. That means y എപ്പോഴും y-നുള്ള സ്ട്രിങ് y എന്ന് പറയുന്ന സ്ട്രിങ്ങിന്റെ ലെങ്ത് എപ്പോഴും മൾട്ടിപ്പിൾ അല്ലെ മൾട്ടിപ്പിൾ ഓഫ് ടി ആയിരിക്കും. അതല്ലേ 0 mod t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y is the length of അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് y is congruent to 0 mod t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഇതിലുള്ള ബിറ്റ്സ് എപ്പോഴും എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് അല്ലെ മൾട്ടിപ്പിൾ ഓഫ് എന്തായിരിക്കണം? ടി ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ y എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ്. y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു y1. ഇതെന്താണ് സാധനം? ഡബിൾ പാരലൽ ഇട്ടത് കൺകാറ്റിനേഷൻ. നമുക്കറിയാം കൺകാറ്റിനേഷൻ എന്താന്നുള്ളത് ചേർത്ത് വെക്കല്ലേ. അതായത് 0 1 0 0 0 1 0 അല്ലെങ്കിൽ 0 0 1 0യും അതുപോലെ തന്നെ വേറെ എലമെന്റ് ഉണ്ട് 1 0 0 0യും ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിനെയും കൂടി കൂട്ടി വെക്കുന്നതിനെയാണ് കൺകാറ്റിനേഷൻ എന്ന് പറയുക. അതായത് ചേർത്ത് വെക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 0 0 1 0 1 0 0 0 അല്ലേ? ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പം കൺകാറ്റിനേഷൻ എന്ന് പറയുന്നത് അപ്പം y1 കൺകാറ്റിനേഷൻ y2 കൺകാറ്റിനേഷൻ yr. ഇവിടെ y1 എത്ര എലമെന്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്? ടി എലമെന്റ്സ്. y1ലും ടി എലമെന്റ്സ് ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ടി ടപ്പിൾസ് അല്ലെങ്കിൽ ടി ബിറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. y2ലും ടി ബിറ്റ്. അങ്ങനെയുള്ള ബിറ്റുകൾ r ടൈംസ്. അപ്പൊ ടോട്ടൽ ലെങ്ത് ഓഫ് ദി y എന്ന് പറയുന്നത് r ഇൻറ്റു ടി ആയിരിക്കും ലെങ്ത് വരിക, ബിറ്റ് അല്ലെങ്കിൽ r ഇൻറ്റു ടി ബിറ്റ്സ് ആയിരിക്കും വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ y എന്ത് ചെയ്യുക? കൺസ്ട്രക്ട് ചെയ്യുക. അപ്പൊ y കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്കൊരു സ്ട്രിങ് തന്നിട്ടുണ്ടാവും. ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് എപ്പോഴും മസ്റ്റ് ബി m+t+1 അല്ലെങ്കിൽ അതിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടിയിട്ടൊരു സ്ട്രിങ് കൺസ്ട്രക്ട് ചെയ്യണം. ആദ്യത്തിൽ ഒരു h ഫംഗ്ഷൻ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതിന്റെ ജനറൽ സ്റ്റെപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ജനറൽ സ്റ്റെപ്പാണ് ഇത്. ജനറൽ സ്റ്റെപ്പാണെന്ന് വിചാരിച്ച് ഇത് ഉപയോഗിച്ചിട്ട് ബാക്കി വേറെ കുറെ ഇതിന്റെ എക്സാമ്പിളുകളായിട്ട് ജനറൽ സ്റ്റെപ്പാണ് വിചാരിച്ച ഇറ്ററേറ്റഡ് ഹാഷ് ഫംഗ്ഷന് വേറെ എക്സാമ്പിളുകൾ ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ ജനറൽ സ്റ്റെപ്പുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ അതിന് 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന് പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പ്, രണ്ടാമത്തെ പ്രോസസ്സിംഗ് സ്റ്റെപ്പ്, മൂന്നാമത്തത് ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ അല്ലെ? ഓക്കെ, ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ. ഇങ്ങനെ 3 സ്റ്റെപ്പുകളാണുള്ളത്. അപ്പൊ നമുക്ക് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ അതിന്റെ ലെങ്ത് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അതിന്റെ ലെങ്ത് എപ്പോഴും m+t+1 മുകളിലോ അതിന് ഈക്വലോ ആവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു y എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ കൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്യുക. അതിലെ സ്ട്രിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ആ സ്ട്രിങ് ഉണ്ടാവേണ്ടത്. ദാറ്റ് മീൻസ് ടീന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ y1 കൺകാറ്റിനേഷൻ y2 കൺകാറ്റിനേഷൻ yr എന്ന് പറയുന്ന മോഡലിലാണ് നമ്മൾ സാധാരണഗതിയിൽ എടുക്കാറുള്ളത്. ഇവിടെ yi-കളുടെ അല്ലെങ്കിൽ y1 y2കളുള്ള ബിറ്റിന്റെ എണ്ണം എപ്പോഴും t എണ്ണായിരിക്കണം. എന്നാൽ മാത്രമേ മൾട്ടിപ്പിൾ ഓഫ് ടി വരുള്ളൂ ബിറ്റ്സ് ടോട്ടൽ അല്ലെ? അങ്ങനെ നമ്മൾ എടുക്കുക. അതാണ് ആദ്യം പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. പിന്നെ ഇനി പ്രോസസ്സിംഗ് സ്റ്റെപ്പാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് IB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് ഇനീഷ്യൽ വാല്യൂ. പബ്ലിക് ഇനീഷ്യൽ വാല്യൂ എന്നാണ് IB-നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. IB-ക്ക് നിങ്ങൾക്ക് ചാർട്ട് ഡയഗ്രാം കൂടി ഉണ്ട്. IB അതായത് ഈ പ്രോസസ്സിംഗ് സ്റ്റെപ്പിന്റെ ചാർട്ട് ഡയഗ്രാം ഉണ്ട്, നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഓരോരോ മോഡലിനും ഹാഷ് ഫംഗ്ഷനും വേറെ വേറെ ആയിരിക്കും. നമ്മൾ അത് ജനറൽ കേസ് ഇവിടെ പറയും, പിന്നെ ബാക്കിയുള്ള 2 കേസിന്റെ നമ്മൾ കോമൺ ആയിട്ട് പറയും. ഓക്കെ, അപ്പം പ്രോസസ്സിംഗ് സ്റ്റെപ്പിൽ IB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ വാല്യൂ ആണ്. ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z ഈക്വൽ ടു നമ്മൾ ഇതിൽ ചെയ്യുന്ന അൽഗോരിതം എന്ന് പറയുന്നത് ആദ്യം കമ്പ്യൂട്ട് ചെയ്യണം. അതായത് z നമുക്ക് ഇനീഷ്യൽ വാല്യൂ തന്നിട്ടുണ്ടാവും. ആ
അങ്ങനെയാണെങ്കിൽ z ഈക്വൽ ടു z0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IV ഇനീഷ്യൽ വാല്യൂ നമ്മൾ കൊടുക്കും. പിന്നെ z1 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്രസ്, അവിടെ ഒരു കംപ്രസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. എന്തിനാണ് കംപ്രസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ z0 y1നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കംപ്രസ് ചെയ്യുക. z0 കൺകാറ്റിനേഷൻ y1. ഇനി z2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കംപ്രസ് ചെയ്യും z1 കൺകാറ്റിനേഷൻ y2നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കംപ്രസ് ചെയ്യാം. അതുപോലെ എക്സെട്ര ZR ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്രസ് ചെയ്യും. ഏതിനെയാണ് കംപ്രസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത്, ZR -1 കൺകാറ്റിനേഷൻ YRനെയാണ് നമ്മൾ എന്ത് ചെയ്യാം. ഓക്കെ, കംപ്രസ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കിട്ടുന്നതിന്റെ ഡയഗ്രാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, പ്രോസസ്സിംഗ് സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പ് കഴിഞ്ഞ് പ്രോസസ്സിംഗ് സ്റ്റെപ്പാണ് ചെയ്തത്. പ്രോസസ്സിംഗ് സ്റ്റെപ്പിൽ നോക്കുക, Z0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y1ൽ നിന്നും കംപ്രസ് ചെയ്ത് Z0 y1 ആക്കിയിട്ട് മാറ്റിയിട്ട് ഉള്ള ഒരു കംപ്രഷൻ അല്ലെ, ഇനീഷ്യൽ വാല്യൂ. പിന്നെ അടുത്തത് y2 അപ്ലൈ ചെയ്യും, അപ്പൊ നമുക്ക് Z2 കിട്ടും അല്ലെ, കംപ്രസ് ചെയ്തിട്ട് നമുക്ക് ഇത് കിട്ടും, Z1 കിട്ടും. എന്നാ പിന്നെ നമ്മൾ y3 എന്ന് Z2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y3നെ കംപ്രസ് ചെയ്ത് കൂട്ടിയിട്ട് അല്ലെ ഇട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, Z1നെയും അല്ലെ, Z1നെ ഇതിനെയും കൂടി കംപ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, Z2 കിട്ടും. Z2 കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Z2നെയും y3നെയും കംപ്രസ് ചെയ്തിട്ട് നമുക്ക് Z4 കിട്ടും. അപ്പൊ നോക്കേണ്ടേ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം നമ്മളുടെ കയ്യിൽ ഒരു ഇനീഷ്യൽ വാല്യൂ ഉണ്ടായിരിക്കും. ആ ഇനീഷ്യൽ വാല്യൂവിനെ നമ്മൾ Z0 ആക്കിയിട്ട് എടുക്കും. ആ Z0നെയും y1നെയും കംപ്രസ് ചെയ്ത് നമ്മൾ Z1 ആക്കും. Z1 അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കറുപ്പ് വരണ്ട്. ഈ കറുപ്പ് വര മൊത്തത്തിൽ ഇങ്ങോട്ട് കംപ്രസ് ചെയ്ത് Z1 ആക്കുന്നതെന്നുള്ള കൺസെപ്റ്റ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അതിന് നമ്മൾ കറുപ്പ് ഷെയ്ഡ് ചെയ്യണമെന്നില്ല, ഇങ്ങനെ വരച്ചാൽ മതി, ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചാൽ മതി. ഓക്കെ, Z0. പിന്നെ ഉള്ളത് അടുത്തത് Z1 കിട്ടി. Z1 y2 കൂടി കൂട്ടിയിട്ടുണ്ട് എങ്കിൽ അതിനെ കംപ്രസ് ചെയ്തിട്ട് Z2 കിട്ടും. നമുക്ക് Z2 കിട്ടി. Z2 y3യും കൂടി കംപ്രസ് ചെയ്തിട്ടാണ് Z4 Z3 കിട്ടുന്നത്. ലാസ്റ്റ് നമുക്ക് ZR-1നെയും YR-നെയും കംപ്രസ് ചെയ്ത് നമുക്ക് ZR കിട്ടും. ഇതാണ് പ്രോസസ്സിംഗ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ള അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് കൊടുക്കുന്നത്. ഇനി ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ ആണ്. ജനറൽ ആയിട്ട് ഇവിടെ തന്നതുപോലെ നമ്മൾ ഔട്ട്പുട്ട് ചെയ്യണമെന്നില്ല. ഔട്ട്പുട്ട് നമ്മൾ ഈ ZR-നെ തന്നെയാണ് നമ്മൾ ഔട്ട്പുട്ട് ആക്കി എടുക്കാറുള്ളത്. ഓക്കെ, അതായത് G എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. M-ൽ നിന്നും M ടപ്പിൾസിൽ നിന്നും L ടപ്പിൾസ് 0-1ന്റെ M ടപ്പിൾസിൽ നിന്നും L ടപ്പിൾസിലേക്ക് ഒരു പബ്ലിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആ ഫംഗ്ഷൻ h(x) = g of ZR-നെയാണ്. h(x) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ g of ZR ആയിട്ട് ഹാഷ് ഫംഗ്ഷൻ നമുക്ക് അവസാനം കിട്ടും. g of ZR-നെയാണ് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയാം. സാധാരണഗതിയിൽ നമ്മൾ ZR-നെ തന്നെയാണ് G എപ്പോഴും ഐഡന്റിക്കൽ ഫംഗ്ഷൻ ആക്കി എടുക്കും. എന്നിട്ട് ZR തന്നെയാണ് h(x) ഹാഷ് ഫംഗ്ഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാഷ് ഫംഗ്ഷൻ വാല്യൂ ഓഫ് x എന്ന് പറയുന്നത് ZR തന്നെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ZR തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. വേറൊരു കാര്യം കൂടി ഒരു നോട്ട്സ് പറയാൻ മറന്നുപോയിട്ടുണ്ട്. അതായത് നമ്മള് ഈ y സാധാരണഗതിയിൽ y ഏതാ എടുക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്മളിപ്പോ വിചാരിച്ച് നമുക്ക് തരുന്നത് y നമ്മൾ സാധാരണ ഉപയോഗിക്കുക y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x-നെയും അതുപോലെ തന്നെ പാഡിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാഡ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x-നെ ഉപയോഗിക്കും. അതുപോലെ തന്നെ x-ന്റെ കൂടെ പാഡ് x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാഡിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, സീറോസ്, നമ്പർ ഓഫ് സീറോസ് വിത്ത് എന്തായിരുന്നു കാർഡിനാലിറ്റി, ലെങ്ത്, എക്സ് ലെങ്ത് ഉള്ള സീറോസ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 1 അപ്ലൈ ചെയ്യുക. സീറോസ് ടപ്പിൾസ്, അത്രയും ടപ്പിൾസ് സീറോസോ അല്ലെങ്കിൽ വൺസ് അങ്ങനത്തെ ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, വൈ ഉണ്ടാക്കുക. നമ്മുടെ ഓരോന്നിലും ഓരോരോ മെത്തേഡുകളുണ്ട് സാധാരണഗതിയിൽ ഉണ്ടാക്കല്. നമുക്ക് വേണമെങ്കിൽ അത് ഈ നോട്ട് എന്ന് വിചാരിച്ച് ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനൊന്നും ഇല്ല. നമുക്ക് അത് മാറ്റി മാറിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. മറ്റൊരു കാര്യമുള്ളത്, പാഡിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വാല്യൂ ആണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ x = എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 1 0 1 ആണ് എങ്കിൽ
എക്സ് കൺകാറ്റിനേഷൻ സം പാഡിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 0 0 0 0 0 0 1 1 1 1 1. ദിസ് ഈസ് എ പാഡിംഗ് ഫംഗ്ഷൻ. ഇതൊരു പാഡിംഗ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, പാഡിംഗ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് സീറോസും കുറച്ച് വൺസും ഒക്കെ ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ആ രീതി കൺകാറ്റിനേഷൻ ചെയ്യാം. ആ രീതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാഡിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതലും നമ്മൾ ഇതിൽ റിമാർക്ക് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് സ്റ്റെപ്പ് അല്ല, പ്രോസസ്സിംഗ് സ്റ്റെപ്പാണ് എന്ത് അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുഞ്ഞാപ്പ്. അത് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ വയ്യാറ് നമുക്ക് പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പ് നമുക്ക് കിട്ടും. പിന്നെ കാരണം പ്രോസസ്സിംഗ് സ്റ്റെപ്പിലെ ZR-നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ അത്ര വലിയ ഇമ്പോർട്ടന്റ് ഇല്ല, കാരണം എപ്പോഴും ആ വാല്യൂ തന്നെയാണ്, ZR തന്നെയാണ് നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാഷ് ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത്, എക്സിന്റെ ഹാഷ് ഫംഗ്ഷൻ വാല്യൂ. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇതാണ് കോമൺ ആയിട്ട് ജനറൽ ഫോർമുല ഫോർ എ അല്ലെങ്കിൽ ജനറൽ സ്റ്റെപ്പ് ഓഫ് എ ഹാഷ് ഫംഗ്ഷൻ. ഇനി നമ്മൾ ഇതിൽ പല 2-3 മോഡൽ ഹാഷ് ഫംഗ്ഷനുകൾ പറ്റി പഠിക്കും. ഓക്കെ, ഇതാണ് ജനറൽ ഫോർമുല. എന്തിന്റെ ഐട്രേറ്റീവ് ഹാഷ് ഫംഗ്ഷന്റെ ഐട്രേറ്റഡ് ഹാഷ് ഫംഗ്ഷന്റെ ജനറൽ ഫോർമുലയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന് 3 മെത്തേഡുകൾ ഉണ്ട്, 3 സ്റ്റെപ്പുകൾ ഉണ്ട്. ഒന്ന് പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പ്, 2 പ്രോസസ്സിംഗ് സ്റ്റെപ്പ്, 3-മത്തേത് ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ. ഇത്രയും സ്റ്റെപ്പുകളാണുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? പാഡിംഗ് ഫംഗ്ഷൻ പറഞ്ഞ എന്താ മനസ്സിലായില്ല. പാഡിംഗ് ഫംഗ്ഷൻ എന്താന്ന്